ഫ്രണ്ട്സ്, ജിനോക്കുട്ടിക്ക് കളിപ്പാട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്കി പൊങ്കി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഒരു കടയിൽ ഇടക്കിടക്ക് വരും. അവൻ വന്നത് കളിപ്പാട്ടത്തിനാണെങ്കിൽ ഞാൻ വന്നത് അതിനല്ലാട്ടോ. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു അക്സസറീസ് ഉണ്ട്, അതായത് പെൻസിൽ, റബ്ബർ, കട്ടറൊക്കെ നമുക്കിന്നിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണെങ്കിലും ഇത്ര അധികം കളക്ഷൻസ് ഞാൻ തൽക്കാലം തൃശ്ശൂർ ഈ കടയിലല്ലാണ്ട് വേറെ എങ്ങും കണ്ടിട്ടില്ല. ഇതൊരു പ്രൊമോഷൻ അല്ല കേട്ടോ. ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റിക്ക് അനുസരിച്ച് കാശുണ്ട്. ഞങ്ങൾ ഇടക്കിടക്ക് വരികയും ചെയ്യും, കുറേ എടുത്തിട്ട് പോവുകയും ചെയ്യും. അപ്പം ജിനോക്കുട്ടിക്ക് ഞാൻ എല്ലാം ഒറ്റയടിക്ക് കൊടുക്കില്ല, കാരണം ഇതുകൊണ്ട് സ്കൂളിലൊന്നും എഴുതി പഠിക്കാനോ മാക്കാനോ ഒന്നും പറ്റില്ല. ഒരു ഭംഗിക്ക് ഒരു ക്യൂട്ട്നെസ്സിന് നമുക്ക് കയ്യിൽ വെക്കാനേ ഉള്ളൂ. പണ്ട് ഈ അച്ഛന്മാർ ഗൾഫിലുള്ള കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അവരിടക്കിടക്ക് നല്ല ഭംഗിയുള്ള റബ്ബറും കട്ടറും പെൻസിലൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്കൊക്കെ കൊതിയായിരുന്നു. നമുക്ക് അന്നും അപ്സരയും നടരാജൊക്കെ ഉള്ളൂ. പക്ഷെ ഇന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാനും കളിക്കാനും കളിപ്പാട്ടത്തിനായിട്ടേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോഴും നടരാജും അപ്സരയൊക്കെ തന്നെ ആയിരിക്കും എഴുതാൻ ഭംഗി. ഇതുകൊണ്ടൊന്നും ആക്കാനും പറ്റില്ല, എഴുതാനും പറ്റില്ല. പിന്നെ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടി ഇടക്കിടക്ക് ഞാനിങ്ങനെ വാങ്ങി ഇടക്കിടക്ക് കളിപ്പാട്ടായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിന്ദു പണിക്കൊരു അവസ്ഥയാണ്, ഏതെടുക്കുന്നതായി പോകും.